മലപ്പുറം മങ്കടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെ LDF സ്ഥാനാർത്ഥിയുടെ ഡ്രൈവറും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചുവെന്ന് പരാതി. തിരൂർക്കാട് സ്വദേശി ഷബീറിനാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാലാണ് ചേരുന്നത്. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. ഒരു സംഘർഷവുമില്ലാതെ തെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞു പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ മട്ടിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. എന്തായിരുന്നു ഇതിന് പ്രകോപനം? മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. ഈ ഷബീർ മാഞ്ഞാമ്പ്ര അവിടുത്തെ ഒരു വാർഡ് മെമ്പർ കൂടിയാണ്. അദ്ദേഹം മങ്കടയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള കുന്നത്ത് മുഹമ്മദിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുന്നത്ത് മുഹമ്മദിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5:30 വലമ്പൂർ തോണിക്കരയിൽ വെച്ചായിരുന്നു മർദ്ദനം ഉണ്ടായത്. ആദ്യം ഈ കുന്നത്ത് മുഹമ്മദിന്റെ ഡ്രൈവർ പിടിച്ചു തള്ളുകയും പിന്നീട് അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഷബീർ മാഞ്ഞാമ്പ്ര പറയുന്ന പരാതി. ഇദ്ദേഹത്തെ പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മങ്കട പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മങ്കടയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള കുന്നത്ത് മുഹമ്മദിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം ഉണ്ടാവുകയും പിന്നീട് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി, അതാണ് ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഗോകുൽ, ഈ സംഭവത്തെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ ഡ്രൈവറും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് സമാധാനത്തോടെ നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഷബീർ മാഞ്ഞാമ്പ്രയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമല്ലാതെ മുസ്ലിം ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ നിലവിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. കേന്ദ്രസേന ഉൾപ്പെടെയുള്ള പോലീസിന്റെ ശക്തമായ സേനാവിന്യാസം ആ ഭാഗത്തുണ്ട്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. 4000-നും 5000-നും ഇടയിലുള്ള പോലീസുകാരുടെ വിന്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവരുടെ പേര് ഈ പറഞ്ഞതുപോലെ ഇക്ബാൽ എന്നും ആഷിഖ് തങ്ങൾ എന്നുമാണ്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. മറ്റ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണമോ മറ്റു നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും കേസെടുക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ കാര്യങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് മങ്കടയിലെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രകോപനപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളോ ഒന്നും ഇരുചേരിയുടെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.